പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് വ്യാഴാഴ്ച വിശുദ്ധ യൂദാസ്ലിഹയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ യൂദാസ്ലിഹ. ഇത് ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 5 നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. ഈ ബദൽ മാതാവിൻ്റെ ടീമിനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 41 ദിവസത്തേക്കാണിത് നിങ്ങൾ പങ്കുകൊള്ളേണ്ടത് കേട്ടോ. അത് ഞാനിങ്ങനെ ത്രൂ ഔട്ടായിട്ട് കഴിയുന്തോറും വിട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാന്നുള്ളൂ. ഇന്ന് നമുക്ക് പ്രത്യേകം ചിന്തിക്കേണ്ടതും സമർപ്പിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസ്, മക്കൾ, അവരുടെ ലൈഫ്. ഇന്ന് ഈ ലോകത്ത് എന്തോരം നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മതിയാവില്ല. മക്കൾക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ. 1696 ദമ്പതികൾക്ക് മക്കളെ കർത്താവ് കിട്ടി. ഇത് കഴിഞ്ഞ അതിൽ 3 കൊച്ചുകളെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. 3 4 സാക്ഷ്യം പറഞ്ഞു. 1 ഇരട്ട നമ്മുടെ ജിൻസന്റെ, നമ്മുടെ ഈ യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടി എഡിറ്റിംഗ് ഒക്കെ ചെയ്തു തരുന്ന ജിൻസൻ, അവൻ്റെയാണ് ഇരട്ട കൊച്ചുങ്ങൾ. പിന്നെ ഒരു കൊച്ച് എൻ്റെ ബന്ധമുള്ളതാണ്, ദുബായിൽ ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടി. പിന്നെ ഒരെണ്ണം നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ സംഗീതിൻ്റെ അവരുടെ സാക്ഷി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ, നിങ്ങൾ കണ്ടു കാണായിരിക്കും. അപ്പം മക്കള് ഒരു പഞ്ഞമില്ല. മക്കളെ എത്ര മക്കളെ വേണമെങ്കിലും കർത്താവ് തരും. ഹല്ലേലൂയ. അവസരമുള്ളവരെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിക്ക് വേണ്ടി വഴിതെറ്റി പോകാതെ പ്രാർത്ഥനയിലായിരിക്കുവാൻ ഈ കാലഘട്ടം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഈ കാലഘട്ടത്തിൽ പാപബോധമില്ല. അതാണ് ഏറ്റവും വലിയ പാപമെന്ന്. ഒരു പശ്ചാത്താപ ജീവിതം, ഒരു മാനസാന്തര ജീവിതം. സൗളിനെ പോലെ വഴി നടന്നിട്ട് ലാസ്റ്റ് പൗലോസ് അപ്പോസ്തലനായി മാറിയില്ലേ? നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക്, നല്ല സ്വഭാവത്തിന്, നല്ല വിശുദ്ധിക്ക്, മാതാപിതാക്കളെ അനുസരിക്കുവാൻ, അവർ നന്നായിട്ട് പഠിക്കാൻ, അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ. എന്നാലോചിച്ച് നോക്കി, മിക്സി എടുത്ത് അമ്മേനെ എറിയുന്നു, കൈ കിട്ടിയതൊക്കെ എറിയുന്നു. പിശാചല്ലേ അതൊക്കെ? പിശാചിൻ്റെ സ്വഭാവമല്ലേ? കാരണം എന്താ? പ്രാർത്ഥിക്കുന്ന അമ്മയെ പ്രാർത്ഥിക്കാത്ത മക്കൾക്ക് ഇഷ്ടമല്ല. നല്ലത് പറയുന്ന അപ്പനും അമ്മയും പിശാചിൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എതിർത്ത് പറയും. ക്ഷമിക്കുക, സഹിക്കുക. നമ്മൾ ഇപ്പം ചിന്തിച്ചാൽ പോരാ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അത് ഉൽപ്പത്തി 3 വായിക്കുമ്പോൾ അതിനകത്തുണ്ട് കേട്ടോ. ഒരു പിശാചിൻ്റെ മോനെ വേണോ മോളെ വേണോ, ദൈവത്തിൻ്റെ മോളെ വേണോ? അത് ഉൽപ്പത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഹല്ലേലൂയ വായിക്കുക, അതിലുണ്ട് അതിനകത്ത്. അപ്പം അത് പറയാൻ നിന്നാൽ ഇതൊന്നും നടക്കില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മളുടെ, അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം നടത്തുമ്പോഴുള്ള മനോഭാവം ഏതാണോ അതിൻ്റെ ഫോട്ടോ കോപ്പി ആയിരിക്കും നമുക്ക് ജനിക്കുന്ന കുഞ്ഞ്. ഏത് മനോഭാവത്തിലാണ്? മദ്യം കഴിച്ചിട്ടും, ഒരുക്കമില്ലാതെ, വിശുദ്ധിയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, എന്തോ കണ്ട്, എന്തോ ചിന്തിച്ച്, എന്തോ പ്രവർത്തിച്ച്, ഏതോ ലോകത്ത് വന്ന് കൊള്ളാം. അപ്പം അതിങ്ങനെ ഇരിക്കുകയുള്ളൂ. അതാണ് വിഷയം. കരഞ്ഞ് പ്രാർത്ഥിക്കാം മക്കളെ. വിശുദ്ധിയിൽ നിന്ന് ജനിക്കുന്നത് അതിവിശുദ്ധിയിലേക്ക് കടന്നു വരും കേട്ടോ. ഹല്ലേലൂയ. ജഡികതയിൽ നിന്ന് ജഡികത ജനിക്കുന്നു, ആത്മീയതയിൽ നിന്ന് ആത്മീയത ജനിക്കുന്നു. സാരമില്ല, അതൊക്കെ മാപ്പി ചോദിച്ച് പറഞ്ഞ് സാധിക്കുമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അവനവൻ്റെ മക്കളെ, നാട്ടുകാരുടെ അല്ല, അതൊക്കെ വേറെ പണി വരും. അവനവൻ്റെ മക്കളെ തലേ കൈവച്ച് വിശ്വാസ പ്രമാണം ചെല്ലുക, അല്ലെങ്കിൽ ഉറങ്ങുമെങ്കിലും കൈ തടവി പ്രാർത്ഥിക്കുക. അതൊക്കെ സമ്മതിക്കുമോ ഇപ്പോഴത്തെ പിള്ളേർ? സാധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അമ്മയ്ക്കൊക്കെ സാധിക്കും. സ്നേഹത്തോടെ പറഞ്ഞാൽ കേൾക്കും. അത് അപ്പനും കേൾക്കാൻ പറ്റും. യേശുവേ നന്ദി. യൂദാസ്ലിഹായെ ഇവരുടെ 5 കാര്യങ്ങൾ നടത്തി കൊടുക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൂദാസ്ലിഹായെ, ബദൽ മാതാവേ, ഇവരേറ്റെടുത്തിരിക്കുന്ന 5 നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണമേ. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തക്കാർക്കും അയച്ചു കൊടുക്കുക. 41 ദിവസത്തേക്ക് നിങ്ങൾ കേൾക്കുക. ടീമിനോട് ചേർന്ന്, ബദൽ മാതാവിൻ്റെ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ധ്യാന കേന്ദ്രം സെബിയൂർ, നോർത്ത് മലയാറ്റൂർ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരളം.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാലേലിയ, ഹാലേലിയ. കർത്താവെ, മക്കളുടെ തൊഴിലിനെ അനുഗ്രഹിക്കണമേ. ആത്മീയ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം കൊടുക്കണമേ. പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ കർത്താവെ. സകല പൈശാചികമെന്നുള്ള പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരിൽ നിന്ന് മാറിപ്പോട്ടെ. അശുദ്ധികളെല്ലാം ചാരമാകട്ടെ കർത്താവെ. യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവെ. ഈ വരുന്ന 3-ാം തീയതിയിലെ വൺഡേ ധ്യാനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഓഗസ്റ്റ് 3 നല്ല താമസമുള്ള ധ്യാനത്തിലേക്ക് കടന്നു പോകാൻ മക്കളെ, നിങ്ങളെ മറ്റുള്ളവരെ പറഞ്ഞു വിടുക കർത്താവെ. വരാൻ പോകുന്നവരെ, ബുക്ക് ചെയ്തവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. കർത്താവ്, ഇവരുടെ തൊഴിൽ എന്താണോ അതെല്ലാം ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തിൽ ശാന്തി, സമാധാന, സൗഭാഗ്യവും ആത്മീയത കൊടുക്കണമേ. പ്രാർത്ഥന വരം കൊടുക്കണമേ കർത്താവെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവനാകുന്നു. അങ്ങയുടെ ദുരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പുരാന്റെ പേശ്രമയാമേ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ, 2 സർക്കിൾ ഇൻസ്പെക്ടറാണ് നമ്മുടെ ടീമിൽ എപ്പോഴും ധ്യാനത്തിന് വരുന്നത്. ജിൻസൺ സാറ് ഒരു പട്ടാളക്കാരൻ മിസ്സായിട്ടുണ്ട്. ഡൽഹിക്ക് അടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ്സായത്. 5 മാസം ഗർഭിണിയായ ഭാര്യ വന്ന് കേസ് കൊടുത്തിട്ട് അന്വേഷിക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹവും 2 പോലീസുകാരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പുരാന്റെ മേശമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.